ഹലോ. എൻ്റെ വെഡ്ഡിംഗ് വീഡിയോസ് കണ്ടിട്ട് കുറച്ച് പേര് അതിൽ റെന്റൽസ് ഒക്കെ എവിടുന്നാ എടുത്തതെന്ന് ചോദിച്ച് കമന്റ് ഇട്ടായിരുന്നേ. അത് റിലേറ്റഡ് ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ച്. അപ്പം ഞാൻ കല്യാണത്തിന് ഇട്ട ഓർണമെന്റ്സ് എല്ലാം ഞാൻ കുറച്ച് ഗോൾഡും ബാക്കി എല്ലാം റെന്റൽസ് ആണ്. റിസപ്ഷൻ്റെ റെന്റൽസ് ആണ്. അതെല്ലാം ഞാൻ ട്രിവാൻഡ്രം അശ്വ പ്ലാസയിൽ നിന്നാണ് എടുത്തത്. അതിന്റെ ലൊക്കേഷൻ വരുന്നത് കഴക്കൂട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കഴിഞ്ഞിട്ടുള്ള സർവീസ് റോഡിലാണ് ലൊക്കേഷൻ വരുന്നത്. നമ്മൾ ഗൂഗിളിൽ പേര് സെർച്ച് ചെയ്താൽ നമുക്ക് കറക്റ്റ് ലൊക്കേഷൻ കിട്ടും. മാത്രമല്ല ഇൻസ്റ്റയിൽ പേര് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന്റെ പേജും അവൈലബിൾ ആണ്. ഞാനിപ്പോൾ എല്ലാ ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സും ഫിക്സ് ചെയ്തിട്ടാണ് റെന്റൽസ് നോക്കാൻ പോയത്. അപ്പോൾ അവിടെ ചെല്ലുന്നപ്പം എനിക്ക് എല്ലാ കളേഴ്സിലുള്ള ഓർണമെന്റ്സും എല്ലാ മോഡൽസും അവിടെ അവൈലബിൾ ആണ്. ഓൾറെഡി ഞാൻ ഓരോ ഡ്രസ്സിനും ഏതൊക്കെ ഓർണമെന്റ്സ് ആണ് വേണ്ടതെന്ന് ഫിക്സ് ചെയ്തിട്ടാണ് പോയത്. ബട്ട് എന്നിട്ടും അവിടെ ചെന്നിട്ട് എനിക്ക് കൺഫ്യൂഷൻ ആയി ഏതെടുക്കണമെന്ന്. കാരണം അത്രയും വെറൈറ്റീസ് അവിടെ അവൈലബിൾ ആണ്. അത്യാവശ്യം എല്ലാ മോഡൽസും ട്രയൽ ചെയ്ത് നോക്കാനുള്ള ഓപ്ഷൻസ് അവിടെ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ മൈൻഡിൽ ഫിക്സ് ചെയ്തിട്ട് പോയാലും വേറെ കാണുമ്പോൾ ഇത് കൊള്ളാലോ എന്ന് നമ്മൾ ചിന്തിക്കും. അപ്പോൾ നമ്മൾ ഡ്രസ്സൊന്നും ഇല്ലാണ്ടാണ് പോകുന്നതെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ അടിക്കും ഏതാണ് നമുക്ക് ചേരുന്നതെന്ന്. ഡ്രസ്സ് നമ്മൾ എടുത്ത ഡ്രസ്സിന്റെ ബ്ലൗസ് പീസ് ഉണ്ടെങ്കിൽ അതോട് കൊണ്ടുപോവുകയാണെങ്കിൽ ബ്ലൗസ് ഇട്ടിട്ട് നെക്ലസ് പീസ് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് അറിയാൻ പറ്റും ഏതാണ് കുറച്ചുകൂടെ ഭംഗിയെന്ന് നമ്മളെ ഫേസിന് ചേരുന്നത്. ഞാൻ ഈ ഓർണമെന്റ്സ് എല്ലാം സെലക്ട് ചെയ്ത് 500 അഡ്വാൻസ് കൊടുത്ത് ബുക്ക് ചെയ്തു. പിന്നെ വേറെ ദിവസം വന്നിട്ടാണ് കളക്ട് ചെയ്തത്. കാരണം ഓർണമെന്റ്സിന്റെ റെന്റൽ പീരീഡ് വരുന്നത് 4 days ആണ്. ഫോർത്ത് ഡേ നമ്മൾ തിരിച്ചു കൊടുക്കണം. അപ്പൊ അതിൽ കൂടുതൽ ഡേയ്സ് ആണ് നമ്മൾ ഓർണമെന്റ്സ് നമ്മുടെ പക്കം വെക്കുന്നെങ്കിൽ പിന്നെ എക്സ്ട്രാ പേയ്മെന്റ് കൊടുക്കേണ്ടി വരും.